ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ മല്ലു ബിഗ് കോസ്. പലരും പറയാറുണ്ട്, സമയം ഒരുപാട് അതിക്രമിച്ചു പോയി, എനിക്ക് അന്നേ ഇത് തോന്നേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്നേ അത് ചെയ്യേണ്ടതായിരുന്നു, അന്നേ അങ്ങനെ ചിന്തിക്കേണ്ടതായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് 20 വയസ്സിനകത്തുള്ളവരാണ് എങ്കിൽ, അതായത് നിങ്ങളുടെ 18s 19s 17s ആ ടീനേജിലാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള, ഇഫ് ഐ വെയർ ഇൻ ടീൻസ് ബിലോ 20s വാട്ട് ഐ വിൽ ഡു, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. റിലേറ്റബിൾ ആകാൻ തോന്നുന്നുണ്ട് എങ്കിൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ് മതി, ഒന്ന് ലൈക്കും കൂടി ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് യഥാർത്ഥ ഒരു ടീനേജ് ആ രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചില വിദ്യാർത്ഥികളെങ്കിലും പിന്നീട് റിഗ്രറ്റ് ചെയ്യാറുണ്ട്, അയ്യോ അന്ന് കളിച്ച് കടന്നു, പഠിക്കേണ്ട സമയമായിരുന്നു. അത് വളരെ വലിയൊരു പോയിന്റാണ്. പ്രത്യേകിച്ച് നിങ്ങൾ 10 കഴിഞ്ഞ് +1 +2 പോകുമ്പോഴാണ് ചിലപ്പോൾ 10ൽ മാർക്ക് കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിക്കും, 9ലും 10ലെങ്കിലും പഠിക്കാമായിരുന്നു. അതുപോലെ +1 +2 മാർക്ക് കുറഞ്ഞ് ബാക്കി എല്ലാവരും അഡ്മിഷൻ മേടിച്ച് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, അന്ന് കുറച്ചുകൂടി പഠിക്കാമായിരുന്നു, കുത്തിയിരുന്ന് പഠിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് എന്തായാലും ഒരു എയിം ഉണ്ടാകും. അതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളൊരു ഏത് കോളേജിലാണോ അഡ്മിഷൻ, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ അഡ്മിഷൻ, അതിനു വേണ്ടി പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കൂടെ കളിച്ച് നടക്കുന്നവരെല്ലാം പഠിച്ച് വേറെ എവിടെയെങ്കിലും പോകും. പ്രത്യേകിച്ച് ഈ ഒരു ടീനേജ് 20ക്കകത്ത് ഇത് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സൗഹൃദങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ടീനേജിലെ സൗഹൃദങ്ങളെല്ലാം ടെമ്പററിയാണ്. അത് ജീവിതകാലം നിലനിൽക്കുന്നത് വളരെ അപൂർവമാണ്. അതിൽ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, യു വിൽ ബി ദി ആവറേജ് ഓഫ് സറൗണ്ടിങ് 5 സ്റ്റുഡൻസ് എന്ന്. അപ്പോൾ നല്ല നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുക. നമുക്ക് നല്ലൊരു ഹാബിറ്റും ഉണ്ടാക്കാൻ പറ്റും, ഒരു ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും പോകാൻ പറ്റും. സോ നല്ലൊരു സുഹൃത്ത് കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെ ഈ സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് നിങ്ങളുടെ അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ഡയറക്ഷനെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമയത്ത് തന്നെ സമ്പാദ്യശീലം കുറച്ച് വളർത്തിയെടുക്കുക. നിങ്ങളിപ്പോൾ സ്കൂളിൽ 10 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്രഷർ ആണ് എങ്കിൽ പോലും ജസ്റ്റ് ഒരു പോക്കറ്റ് മണിയായിട്ട് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചോദിക്കാതെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആവശ്യങ്ങൾ ചെയ്യാനുള്ള പോക്കറ്റ് മണി നിങ്ങളുടെ സ്കില്ല് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക, നേരായ രീതിയിലൂടെ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് നിങ്ങൾ ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞാലും ആ ഒരു ശീലം തുടരുകയും അതിനെ വലിയൊരു രീതിയിൽ സ്കെയിലപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി എയിൻ ചെയ്യാനും ആ രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടാനും അത് സഹായകരമാകുക തന്നെ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജുകളിലൊക്കെ പോകുന്നവരാണ്, സ്കൂളുകളിൽ പഠിക്കുന്നവരാണ്, നിങ്ങൾ അവിടെ ജീവിക്കുക. കാരണം നിങ്ങൾ പിന്നീട് സ്കൂളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴും കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഇറ്റ് വിൽ ബി ദ ബെസ്റ്റ് മെമ്മറി ഇൻ യുവർ ലൈഫ്. സോ മാക്സിമം ടൈം നിങ്ങൾ മനസ്സുകൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, മെമ്മറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് തന്നെ സമയം കണ്ടെത്തുക. നമ്മുടെ സമയം മറ്റാർക്കും മാറ്റി വെക്കരുത്, അതായത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫിറ്റ്നസ് ഈ സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഫിറ്റ്നസ് ആയിക്കോട്ടെ, നിങ്ങളുടെ താല്പര്യങ്ങളായിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം വേണ്ടി സമയം കണ്ടുപിടിക്കുക. കുറച്ച് സമയം കുറച്ചുകൂടി ലേണിംഗ്, നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കാൻ തന്നെ ഒരുപാടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്തായിരിക്കും, ഒന്ന് വയലിൻ പഠിക്കാനായിരിക്കും. അത് എന്താണ്, നിങ്ങൾ വയലിൻ ക്ലാസ്സിന് പോയി ചേരണമെന്നല്ല, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ പാഷനേറ്റ് ആയിട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ഇറ്റ്സ് എ ലേണിംഗ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ്. സോ ഈ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, വീഡിയോയിൽ ഇത് കമൻറ്റ് ഇടാം. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.